ദിസ് ഈസ് മീഷാര. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എന്താണ്, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ ഹോൾ സമ്മറിയും കാര്യങ്ങളും ഹോൾ സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ റിട്ടേൺ സമ്മറിയും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ 8th സ്റ്റാൻഡേർഡിലുള്ള സ്റ്റുഡൻസിനും ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കടക്കാം. ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ്, which is written by Malala Yousafzai. This is the life story of Malala Yousafzai. സോ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്? എന്താണ്, ഒരു ഓട്ടോബയോഗ്രഫിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ആരറിയാം, മലാല യൂസഫ്സായിനെ അറിയാം അല്ലെ. ആരാണ് മലാല യൂസഫ്സായി? ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ് ആണ്. എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെ, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പോരാടിയിട്ടുള്ള ഒരാളാണ് ആര്, മലാല യൂസഫ്സായി എന്ന് പറയുന്നത്. അപ്പൊ മലാല യൂസഫ്സായിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് അല്ലെ, അവളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്റ്റോറിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതെന്താണ്, മലാല യൂസഫ്സായിന്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ്. മലാല റിമെമ്പേഴ്സ് ദ ഡേ ഹർ ലൈഫ് ചേഞ്ച്ഡ്. മലാല എന്ത് ചെയ്യുന്നുണ്ട്, അവൾ അങ്ങനെ ആലോചിക്കുന്നുണ്ട് അല്ലെ, ദ ഡേ ഹർ ലൈഫ് ചേഞ്ച്ഡ്. ഏതൊരു ദിവസത്തെ പറ്റിയിട്ടാണ് എന്ന് വെച്ചാല് അവളെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറ്റിമറിച്ചൊരു ദിവസമുണ്ട്. ആ ഒരു ദിവസത്തെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, അവൾ ആലോചിക്കുന്നത്. അതേപോലെ ആ ഒരു ദിവസത്തെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യണത് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഷീ വാസ് ലിവിങ് ഇൻ ബിർമിംഗം, ഇംഗ്ലണ്ട്, ബട്ട് മിസ്ഡ് ഹെർ ഹോം ഇൻ പാകിസ്ഥാൻ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മലാലന്റെ വീട് എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ്. പക്ഷെ മലാല എന്ത് ചെയ്യാണ്, ഇംഗ്ലണ്ടിലാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്താണ് സ്വന്തം നാട് വിട്ടിട്ട് ഇംഗ്ലണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ്, മലാല ഇപ്പൊ ബിർമിംഗമിലാണ് നിൽക്കുന്നത്. ഇംഗ്ലണ്ടിലുള്ള ബിർമിംഗം എന്ന സ്ഥലത്താണ് ആര് നിൽക്കുന്നത്, മലാല നിൽക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവൾക്ക് അവളുടെ ഹോം ലാൻഡ് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ അല്ലേ, അവളുടെ സ്വന്തം നാട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയണത്. ഷീ തോട്ട് അബൌട്ട് ഹെർ വാലി, ഹെർ സ്കൂൾ, കുശൽ സ്കൂൾ ആൻഡ് ഹെർ ബെസ്റ്റ് ഫ്രണ്ട് മുനീബ. അതേപോലെ എന്ത് ചെയ്യേണ്ട, അവൾക്ക് മിസ് ചെയ്യണുണ്ട് അല്ലെ, എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് മിസ് ചെയ്യണത്, അവളുടെ നാട്, അതേപോലെ തന്നെ അവളുടെ സ്കൂളിന്റെ പേരെന്താണ്, കുശൽ സ്കൂൾ എന്നാണ്. അതേപോലെ അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താണ്, മുനീബ അല്ലെ. അപ്പൊ ഇവരെല്ലാരും എന്ത് ചെയ്യുന്നുണ്ട്, അവൾക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. മലാല ലവ്ഡ് ഗോയിങ് ടു സ്കൂൾ, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് ലേണിംഗ് ന്യൂ തിങ്സ്. അതേപോലെ തന്നെ മലാലക്ക് എന്താണ്, സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അല്ലെ. സ്കൂളിൽ പോകാൻ എന്താണ് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് എഴുതാൻ ഒരുപാട് ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്. അതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോലും എന്താണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഷീ ഡ്രീംഡ് ഓഫ് ബിക്കമിങ് എ ഡോക്ടർ, ദെൻ ചേഞ്ച്ഡ് ഇറ്റ് ഇൻടു ആൻ ഇൻവെന്റർ ഓർ പൊളിറ്റീഷ്യൻ. അപ്പൊ അവളുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത്, അവളുടെ ആദ്യത്തെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡോക്ടർ ആവാന്നുള്ളതാണ്. പക്ഷെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവളുടെ ഡ്രീം മാറ്റിയിട്ടുണ്ട്. അവൾ പിന്നെന്താണ് പറഞ്ഞത്, എനിക്കെന്താണ് ഒരു പൊളിറ്റീഷ്യൻ ആയാൽ മതി എന്നുള്ള ഇതാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡോക്ടർ എന്ന ഡ്രീമിൽ നിന്ന് പൊളിറ്റീഷ്യൻ എന്ന ഡ്രീമിലേക്കാണ് അവൾ പോയിട്ടുള്ളത്. അതേപോലെ തന്നെ അവളുടെ സ്കൂളിലുള്ള കുട്ടികൾ അല്ലെ, അവളുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ, മോസ്റ്റ് ഓഫ് ദ ക്ലാസ്മേറ്റ്സ്, അവളുടെ കൂടുതൽ ക്ലാസ്മേറ്റ്സ് എന്താണ് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ടെക്സ്റ്റിൽ കാണാൻ സാധിക്കും. Her father always spoke for girls' education, so the family got threats from the Taliban. അതേപോലെ അവളുടെ ഫാദർ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ മലാല ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, കുശൽ സ്കൂളാണ് പഠിക്കുന്നത് അല്ലെ. ഈ ഒരു കുശൽ സ്കൂൾ എന്ന് പറയുന്നത് അവളുടെ ഉപ്പൻ്റെതാണ്. അപ്പൊ എന്താണ്, അവളുടെ ഉപ്പ എന്ത് ചെയ്യലുണ്ട്, എപ്പോഴും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ ഗേൾസിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷന്. കാരണം അവരുടെ നാട് പാകിസ്ഥാൻ എന്താണ്, താലിബാന്റെ കൺട്രോളാണ്. അപ്പൊ താലിബാൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് വളരെ സ്ട്രിക്റ്റ് ആണ്. അവരെന്ത് ചെയ്യില്ല, പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷനും കാര്യങ്ങളും കൊടുക്കില്ല, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, മലാലയുടെ ഫാദറും എന്ത് ചെയ്യാണ്, അതിനെതിരായിട്ട് സംസാരിക്കുകയാണ്, അതിനു വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഈ പറഞ്ഞ സ്കൂൾ തുടങ്ങിയത് ആരാണ്, മലാലന്റെ ഫാദറാണ്. അതേപോലെ മലാലന്റെ ഫാദർ എന്ത് ചെയ്യലുണ്ട്, ഗേൾസിന്റെ എഡ്യൂക്കേഷൻ അല്ലെ, സ്ത്രീകളുടെ, കുട്ടികളുടെ അല്ലെ, പെൺകുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, അവരുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും എന്ത് കിട്ടലുണ്ട്, ത്രെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭീഷണി അല്ലെ. എന്ന് വെച്ചാൽ താലിബാന്റെ അടുക്കൽ നിന്ന് എന്ത് ചെയ്യലുണ്ട്, അവരുടെ ഫാമിലിക്ക് എപ്പോഴും ഭീഷണി വരലുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫോർ സേഫ്റ്റി മലാല വെന്റ് ടു സ്കൂൾ ബൈ ബസ്
ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് താലിബാൻ്റെ അടുക്കൽ നിന്ന് എന്ത് ചെയ്യണുണ്ട്, ഇവർക്ക് ഭീഷണി കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ. ഈ പറയുന്ന മലാലൻ്റെ ഫാമിലിക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഭീഷണി കാര്യങ്ങളും വരലുണ്ട്. സോ അത് പേടിച്ചിട്ട് എന്ത് ചെയ്യാണ്, മലാലൻ്റെ ഉമ്മ പറയാണെന്ത്, ഇനി മുതൽ നടന്നു പോകണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കുശൽ സ്കൂൾ എന്ന് പറയുന്നത് മലാലിൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ നടന്നു പോകാനുള്ള ആ ഒരു ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണ്, ഈ പറഞ്ഞ താലിബാൻ്റെ ആ ഒരു ത്രെറ്റും കാര്യങ്ങളും പേടിച്ചിട്ട് എന്ത് ചെയ്യാണ്, മലാലൻ്റെ ഉമ്മ പറയണത് ഇനി മുതൽ സ്കൂളിലേക്ക് നടന്നു പോകേണ്ട, ബസ്സിന് പോയാൽ മതി എന്നുള്ളത്. അപ്പോൾ മലാൽ എന്ത് ചെയ്യാണ്, സ്കൂൾ ബസ്സിലാണ് എങ്ങോട്ടേക്ക് പോകണത്, കുശൽ സ്കൂളിലേക്ക് പോകുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ്, നടക്കുന്നതിന് പകരമായിട്ട്. ഓൺ October 9, 2012, 2 men stopped her school bus. അങ്ങനെ October 9, ഓക്കെ, എന്ന് വെച്ചാൽ 9th October ആ ഒരു ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, മലാൽ എന്താണ് സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ പറയുന്ന സ്കൂൾ ബസ്സിൽ കയറുന്ന സമയത്ത് സ്കൂൾ ബസ് എന്ത് ചെയ്യാണ്, പോവുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാണ്, രണ്ടാൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ബസ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു ബസ് കുശൽ സ്കൂൾ ബസ്സാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, ആ ഡ്രൈവർ അയാൾ തമ്മിൽ എന്തോ സംസാരിക്കുകയാണ്. അപ്പം ആ ഒരു കറക്റ്റ് സമയത്താണ് എന്ത് ചെയ്യണത്, മറ്റേ ആളല്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളില്ലേ, അയാൾ എന്ത് ചെയ്യണത്, ആ ഒരു വാനിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ എന്ത് ചെയ്യണത്, ആ ഒരു ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ കയറിയിട്ട് എന്ത് ചെയ്യാണ്, അവിടെ നോക്കുമ്പോൾ എന്താണ്, എല്ലാവരും പാനിക് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഉള്ള ഒരു മലാല, അതേപോലെ മലാലൻ്റെ ഫ്രണ്ട്സും അവരെല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി, പെട്ടെന്ന് പാനിക് ആവാൻ തുടങ്ങി. അദ്ദേഹം എന്ത് ചെയ്യണം, ആ ബസ്സിൽ ആ ബാക്കിലുള്ള ആ ഡോർ കൂടെ ബസ്സിലേക്ക് കയറിയതിന് ശേഷം എന്ത് ചെയ്യാണ്, അവിടുന്ന് ചോദിക്കുകയാണ്, ഹൂ ഈസ് മലാല, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ മലാല എന്ന് എന്ത് ചെയ്യാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുകയാണ്. വൺ ആസ്ക്ഡ് ഹൂ ഈസ് മലാല ആൻഡ് ദെൻ ഷോട്ട് ഹെർ. എന്നിട്ട് എന്ത് ചെയ്തു, മലാല ആരാ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി, മലാലനെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലെന്ത് ചെയ്ത്, ആ ഒരു സ്പോട്ടിൽ തന്നെ അദ്ദേഹം മലാലനെ ഷോട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്, വെടിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദ ബുള്ളറ്റ് ഹിറ്റ് നിയർ ഹെർ ഐ ആൻഡ് ഷോൾഡർ ആൻഡ് ഹെർ ഫ്രണ്ട്സ് വേർ ഓൾസോ ഹേർട്ട്. അപ്പോൾ എന്താണ്, 3 പ്രാവശ്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഷോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ബുള്ളറ്റ് എന്താണ്, മലാലൻ്റെ ഐ സോക്കറ്റ് എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു ബുള്ളറ്റ് എൻ്റർ ചെയ്യാണ്. എന്നിട്ട് അതിലൂടെ എന്താണ്, തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടെ എന്താണ്, നേരെ ഷോൾഡറിൻ്റെ അവിടേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കി 2 ബുള്ളറ്റ്സ് 3 പ്രാവശ്യം ഷോട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി 2 ബുള്ളറ്റ്സ് എന്താണ്, നേരെ ഫ്രണ്ട്സിൻ്റെ നേർക്കായിരുന്നു. എന്ന് വെച്ചാൽ ബാക്കിയുള്ള കുട്ടികളുടെ നേർക്കായിരുന്നു എന്ത്, ബാക്കിയുള്ള ബുള്ളറ്റ്സ് പോയിട്ടുള്ളത്. She became unconscious and blood covered her hair and Moniba's lap. അതിലെന്ത് ചെയ്യാൻ തുടങ്ങി, ആ ഒരു ബുള്ളറ്റ് അവളുടെ ഐ സോക്കറ്റിൻ്റെ ആ ഭാഗത്തേക്ക് ചെന്നപ്പോൾ അവൾക്ക് എന്താണ്, ബോധമില്ലാത്തൊരവസ്ഥ വന്നു. അതാണ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. അവൾക്ക് ബോധമില്ലാണ്ടായി, അവൾ എന്ത് ചെയ്തു, താഴെ വീണു. അതേപോലെ തന്നെ എന്താണ്, അവളുടെ തലൻ്റെ അവിടൊക്കെ എന്താണ്, അവൾ ആ ഒരു ഹെഡിൻ്റെ അവിടൊക്കെ എന്താണ്, ചോര അങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്. അതേപോലെ മൊനീബാസ് ലാപ്പ്, മൊനീബ എന്ത് ചെയ്യണ്ടേ, അവളിങ്ങനെ മടി കിടത്തുന്നുണ്ട്. അപ്പോൾ മൊനീബൻ്റെ മടിയിലൊക്കെ എന്താണ്, ചോര കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. The story ends with her words, who is Malala? I am Malala and this is my story. അങ്ങനെ നമ്മൾ സ്റ്റോറി എങ്ങനെയാണ് അവസാനിക്കുന്നത്, മലാല ഇവിടെ ചോദിക്കുകയാണ്, ഹൂ ഈസ് മലാല, ആരാണ് മലാല, എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഐ എം മലാല ആൻഡ് ദിസ് ഈസ് മൈ സ്റ്റോറി. അവളുടെ ആ ഒരു വാക്കാണ്, അവൾ ആ ഒരു ഓട്ടോബയോഗ്രഫി എഴുതുമ്പോൾ അവൾ ആ ഒരു സെൻറ്റൻസിലാണ് എന്ത് ചെയ്യണത്, തുടങ്ങണത് അല്ലേ, ഐ എം മലാല ആൻഡ് ദിസ് ഈസ് മൈ സ്റ്റോറി, ഞാനാണ് മലാല, ഇതെന്താണ്, എൻ്റെ കഥയാണെന്നുള്ളത്. അപ്പോൾ എന്താണ്, അവൾ എന്ത് ചെയ്ത്, അവൾ ഷോട്ട് ചെയ്തപ്പോൾ അവൾക്ക് എന്താണ്, ബോധമില്ലാണ്ടായി. പിന്നെ അവൾ എന്ത് ചെയ്ത്, നേരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ എന്താണ്, പാകിസ്ഥാനിൽ എന്താണ് ആ ഒരു ഓളെന്താ, ഒന്നാമത് ആ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ എന്താണ്, ആ ഒരു അവസ്ഥയിൽ അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, നേരെ ഇംഗ്ലണ്ടിലേക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പോയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഇംഗ്ലണ്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അവൾ ഈ കാര്യങ്ങളൊക്കെ, അവളിപ്പോൾ നടന്ന ഈ ഇൻസിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത്. അതാണ് നമുക്ക് ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് ഇന്നത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്, വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ നോട്ട്സും കാര്യങ്ങളും തന്നിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്താ, നിങ്ങൾ ഫ്രണ്ട്സിന് അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി വേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം എന്താണ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെക്കും ബൈ.